students, welcome to my channel Focus Biology. Plus 1 ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം മൊണീറയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിങ്ഡം മൊണീറയെ അവയുടെ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്ത രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസംസ് ബാക്ടീരിയകളാണ്. ഇവയെ അവയുടെ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്ത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഇതിലെ ആർക്കി ബാക്ടീരിയ എന്ന ആൻഷ്യൻ ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ യു ബാക്ടീരിയയെ കുറിച്ചാണ് ഡിസ്കഷനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു കോഡ് പറഞ്ഞിരുന്നു. കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നും അവയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നും ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കോഡിലേക്ക് പോയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നോക്കി, നമ്മുടെ കോഡ് ഇതായിരുന്നു. എന്തായിരുന്നു? മോനി ആർ യു ബാക്ടീരിയ. കോഡ് എന്തായിരുന്നു? മോനി ആർ യു ബാക്ടീരിയ. ഈ മോനി എന്നതിൽ നിന്നും മൊണീറ എന്ന് ഓർക്കുക. മോനി എന്നതിൽ നിന്നും മൊണീറ, കിങ്ഡം മൊണീറ ഓർക്കുക. ദെൻ കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസംസ് ഏതാണ്? ബാക്ടീരിയ ആണ്, അല്ലേ? അപ്പോൾ കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസംസ് ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയെ അവയുടെ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്ത രണ്ടായി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. ആറിൽ നിന്ന് ആർക്കി ബാക്ടീരിയയിലേക്ക് എത്തുക. ദെൻ യുവിൽ നിന്നും യു ബാക്ടീരിയ. അപ്പോൾ ഈ കോഡിൽ നിന്നും കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നും അവയെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ കോഡ് എന്താണ്? മോനി ആർ യു ബാക്ടീരിയ. കോഡ് എന്താണ്? മോനി ആർ യു ബാക്ടീരിയ. മോനിയിൽ നിന്ന് മൊണീറ എന്ന് ഓർക്കുക. മൊണീറ, കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസംസ് ബാക്ടീരിയകളാണെന്ന് ഓർക്കുക. ബാക്ടീരിയയെ അവയുടെ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്ത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. ആറിൽ നിന്ന് ആർക്കി ബാക്ടീരിയയിലേക്കും യുവിൽ നിന്ന് യു ബാക്ടീരിയയിലേക്കും എത്തുക. അപ്പോൾ കോഡ് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? മോനി ആർ യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ് ആരെങ്കിലും കണ്ടില്ല എങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണുക. പിന്നെ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് യു ബാക്ടീരിയ? യു എന്ന് വെച്ചാൽ ട്രൂ എന്നാണ് മീനിങ്. യു എന്നാൽ എന്താണ്? ട്രൂ എന്നാണ് മീനിങ്. അപ്പൊ യു ബാക്ടീരിയ എന്താണ്? ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ എന്നാൽ ട്രൂ ബാക്ടീരിയ. അപ്പൊ ട്രൂ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകളിൽ കാണപ്പെടുന്ന, സാധാരണ നാം അധിവസിക്കുന്ന ചുറ്റുപാടുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് യു ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ യു ബാക്ടീരിയക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് അവയുടെ പ്രത്യേകത? ദേ ഹാവ് എ റിജിഡ് സെൽ വാൾ. ഉറപ്പുള്ള ഒരു സെൽ വാൾ ഉണ്ടായിരിക്കും. ഒരു റിജിഡ് സെൽ വാൾ യു ബാക്ടീരിയയിലെ ഓർഗാനിസംസിന് ഉണ്ട്. പിന്നെന്താണ്? ഇഫ് മോട്ടയിൽ ഫ്ലജല്ലം ഈസ് പ്രസന്റ്. ഇവ ചലിക്കുന്നവയാണെങ്കിൽ, മോട്ടയിലാണെങ്കിൽ അവയ്ക്ക് എന്തുണ്ടായിരിക്കും? ഫ്ലജല്ല ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ യു ബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞത് യു ബാക്ടീരിയ ആർ ട്രൂ ബാക്ടീരിയ. പിന്നെന്താണ്? ദേ ഹാവ് എ റിജിഡ് സെൽ വാൾ. പിന്നെന്ത് പറഞ്ഞു? ഇഫ് മോട്ടയിൽ ഫ്ലജല്ലം ഈസ് പ്രസന്റ്. ഇവിടെ നോക്കിയാൽ ഞാനൊരു ബാക്ടീരിയ വരയ്ക്കുവാണ്. എന്നിട്ട് ബാക്ടീരിയ ആണെന്ന് കരുതുക. ഈ കാണപ്പെടുന്ന ത്രെഡിലേക്ക് സ്ട്രക്ചറിനാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഈ ഫ്ലജല്ലയുടെ സഹായത്തോടെയാണ് ബാക്ടീരിയ മൂവ് ചെയ്യുന്നത്. അപ്പൊ യു ബാക്ടീരിയയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? യു ബാക്ടീരിയ ആർ ട്രൂ ബാക്ടീരിയ. ട്രൂ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം അധിവസിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ. ദെൻ ദേ ഹാവ് എ റിജിഡ് സെൽ വാൾ. ഇവയ്ക്ക് ഉറപ്പുള്ളൊരു സെൽ വാൾ ഉണ്ട്. പിന്നെന്താണ്? ഇഫ് മോട്ടയിൽ ഫ്ലജല്ലം ഈസ് പ്രസന്റ്. ഇനി അടുത്ത് നമ്മൾ യു ബാക്ടീരിയയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപ് ഒരു കാര്യം, ചില ക്ലാസിഫിക്കേഷനിൽ നമ്മുടെ കിങ്ഡം മൊണീറയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, പിന്നെന്തോ ആണ് സയാനോ ബാക്ടീരിയ. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ. പക്ഷേ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. അപ്പൊ ഇതിലെ യു ബാക്ടീരിയയുടെ കീഴിലാണ് സയാനോ ബാക്ടീരിയ വരുന്നത്. അപ്പൊ എന്താണ് സയാനോ ബാക്ടീരിയ നോക്കാം. ആൾസോ റിഫേർഡ് ടു ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. സയാനോ ബാക്ടീരിയ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും പറയാറുണ്ട്. സയാനോ ബാക്ടീരിയയെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയാറുണ്ട്. ദേ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് പോലെ ഇവയിൽ എന്തുണ്ട്? ക്ലോറോഫിൽ എ കാണപ്പെടുന്നു. അപ്പൊ നമുക്കറിയാം, ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദേ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് പോലെ ക്ലോറോഫിൽ എ ഏതിലുണ്ട്?
സയാനോ ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്നു. ഹയർ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് പോലെ ക്ലോറോഫിൽ എ സയാനോ ബാക്ടീരിയ എന്ന ബ്ലൂ ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്നു. അപ്പൊ ക്ലോറോഫിൽ എ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഓർഗാനിസംസിന്റെ പ്രത്യേകത? ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഓട്ടോട്രോപ്സ് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അവയ്ക്ക് ആവശ്യമുള്ള ഫുഡ് അവ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എങ്കിൽ അത്തരം ഓർഗാനിസംസിനെയാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയുള്ള ഓട്ടോട്രോപ്സ് ആണ്? ക്ലോറോഫിൽ എ ഉള്ളത് കൊണ്ട് ഇവ ഫോട്ടോസിന്തറ്റിക് ആണ്. ലൈറ്റിന്റെ പ്രസൻസിൽ അവയ്ക്ക് ആവശ്യമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് പോലെ ക്ലോറോഫിൽ എ ബ്ലൂ ഗ്രീൻ ആൽഗെ അഥവാ സയാനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവ എന്ത് ഓർഗാനിസംസ് ആണ്? ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദേ ആർ യൂണിസെല്ലുലാർ. ഇവ ഏകകോശ ജീവികളാണ്, ഒരേ ഒരു സെല്ല് മാത്രമുള്ള ജീവികളാണ്. പിന്നെന്താണ്? കൊളോണിയൽ ആണ്. കൊളോണിയൽ മീൻസ് ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നവയാണ്, കോളനി ആയിട്ട് കാണപ്പെടുന്നവയാണ്. പിന്നെന്താണ്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഫിലമെന്റസ് ആയിരിക്കും. ഒന്നുകിൽ അവ യൂണിസെല്ലുലർ ആയിരിക്കും, സിംഗിൾ സെല്ലായിട്ട് മാത്രം കാണപ്പെടുന്നവയായിരിക്കും. അല്ലെങ്കിലോ കൊളോണിയൽ ആയിരിക്കും. കൊളോണിയൽ മീൻസ് കോളനി ആയിട്ട് ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നവയായിരിക്കും. പിന്നെന്തോ പറഞ്ഞു? ഇവ ഫിലമെന്റസ് ആയിട്ടും കാണപ്പെടും. ഇതാ ഈ കാണുന്ന കണ്ടോ, ഇതുപോലെ ഫിലമെന്റ് ആയിട്ട് ത്രെഡ് പോലെയും കാണപ്പെടുന്നുണ്ട്. അപ്പോ ബ്ലൂ ഗ്രീൻ ആൽഗെ അഥവാ സയാനോ ബാക്ടീരിയ എങ്ങനെ കാണപ്പെടുന്നു? ദേ മേ ബി യൂണിസെല്ലുലാർ. ഇവ ഏകകോശ ജീവികളായി കാണപ്പെടുന്നു. ദെൻ കൊളോണിയൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കോളനി ആയിട്ട് കാണപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ്? ഫിലമെന്റസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പോലെ ഫിലമെന്റ് പോലെ കാണപ്പെടുന്നു. ദെൻ ദേ ആർ ഫ്രഷ് വാട്ടർ. ഇവ ഒന്നുകിൽ ശുദ്ധജലത്തിൽ കാണപ്പെടാം, ഫ്രഷ് വാട്ടറിൽ കാണപ്പെടാം. അല്ലെങ്കിലോ ടെറസ്ട്രിയൽ, നമ്മുടെ സാധാരണ നമ്മുടെ എന്തോന്ന് പറയാൻ ലാൻഡിൽ കാണപ്പെടാം. പിന്നെന്തോ ആണ്? മറൈൻ ഹാബിറ്റാറ്റിലും കാണപ്പെടാം, സമുദ്രജലത്തിലും കാണപ്പെടാം. അപ്പോ ദേ മേ ബി ഫ്രഷ് വാട്ടർ, terrestrial or marine algae. They may be freshwater, terrestrial or marine algae. പിന്നെന്താണ് ഇവയുടെ പ്രത്യേകത? The colonies are generally surrounded by a gelatinous sheath or mucilaginous sheath. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കറിയാം ഈ ബാക്ടീരിയകളൊക്കെ എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് അല്ലെ. അപ്പൊ ഇവ എങ്ങനെയാണ് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കോളനി ആയിട്ട് കാണപ്പെടുന്നത്? ഇവ എന്തോ പറഞ്ഞു? ഇവ യൂണിസെല്ലുലാർ ആണ്, പക്ഷെ ഇവ എങ്ങനെ ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്? കുറെ ആൽഗകൾ അല്ലെങ്കിൽ കുറെ ബാക്ടീരിയകൾ ഇങ്ങനെ ചേർന്നിട്ട് ഇതിന് ചുറ്റും ഒരു മ്യൂസിലേജിനസ് ഷീത്ത് കാണും. എന്ന് പറഞ്ഞാൽ എന്താ? വഴുവഴുപ്പുള്ള ഒരു ഷീത്ത് ഉള്ളത് കൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ചേർന്ന് കാണപ്പെടുന്നത്. അപ്പോ ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്. ഈ കോളനിയെ സറൗണ്ട് ചെയ്ത് എന്ത് കാണുന്നുണ്ട്? ഒരു ജെലാറ്റിനസ് ഷീത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ 3 പോയിന്റ്സ് ഒന്നുകൂടെ ഓർക്കാം. എന്താണ്? ഇവ യൂണിസെല്ലുലർ ആയിട്ടോ കൊളോണിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഫിലമെന്റസ് ആയിട്ടോ കാണപ്പെടുന്നുണ്ട്. പിന്നെന്തോ പറഞ്ഞു? ദേ ആർ ഫ്രഷ് വാട്ടർ, ദേ മേ ബി ഫ്രഷ് വാട്ടർ, ടെറസ്ട്രിയൽ ഓർ മറൈൻ ഹാബിറ്റാറ്റ്. പിന്നെന്തോ പറഞ്ഞു? കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീത്ത് ഓർ മ്യൂസിലേജിനസ് ഷീത്ത്. കോളനിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ജെലാറ്റിനസ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു മ്യൂസിലേജിനസ് ഷീറ്റ്, ഒരു വഴുവഴുപ്പുള്ള ഷീറ്റ് കാണപ്പെടുന്നു. Then they often forms blooms in polluted water bodies. മലിനജലത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ പൊല്യൂട്ടഡ് വാട്ടർ ബോഡിയിൽ ഇവ ബ്ലൂംസ് ആയി കാണപ്പെടുന്നു. എന്താണ് ബ്ലൂംസ്? ധാരാളം ആൽഗെ തിങ്ങി നിറഞ്ഞ് വാട്ടർ സർഫസിന് ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് കൊടുക്കുന്നതാണ് ബ്ലൂം എന്ന് പറയുന്നത്. ഇവിടെ ആൽഗയുടെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. ആൽഗ ധാരാളമായി വളർന്നിട്ട് വാട്ടർ സർഫസിൽ ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്? ഈ ആൽഗ എല്ലാം കൂടെ ചേർന്ന് ഗ്രീനിഷ് അപ്പിയറൻസ് ആയിട്ട് ഇങ്ങനെ മുകളിൽ പടർന്നു കിടക്കുമ്പോൾ ഈ ആൽഗയുടെ തിക്കായ സാന്നിധ്യം കൊണ്ട് ലൈറ്റിന് ഉള്ളിലേക്ക് വാട്ടർ സർഫസിന് അകത്തേക്ക് കടന്നു ചെല്ലാൻ വരാതെ അതിലുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ വാട്ടർ സർഫസിന് അടിയുള്ള ഓർഗാനിസംസ് ഓക്സിജൻ ഡെഫിഷ്യൻസി കൊണ്ട് അവ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അങ്ങനെ വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ആകുന്നു. They often forms blooms in polluted water bodies. പിന്നെന്താണ്? Some of these organisms can fix atmospheric nitrogen in specialized cells called heterocyst. അപ്പോൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ചില ആൽഗകളിൽ കാണപ്പെടുന്നത് കൊണ്ട് ഇവയ്ക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ, അന്തരീക്ഷ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണപ്പെടുന്നു. എന്താണ് പറഞ്ഞത്? ചില ആൽഗകളിൽ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കാണപ്പെടുന്നു. ഈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിന്റെ സാന്നിധ്യം കൊണ്ട് ഇവയ്ക്ക് എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ എന്തോ പറഞ്ഞത്? Some of the organisms can fix atmospheric nitrogen in specialized cells called heterocyst.
അപ്പൊ ഹെട്രോസിസ്റ്റ് ഉള്ള ചില ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക്, അനാബീന എന്നിവ. ഹെട്രോസിസ്റ്റ് ഉള്ള ചില ഓർഗാനിസംസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന ചില ആൽഗകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നോസ്റ്റോക്ക്, അനോബീന. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ചില ആൽഗയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നോസ്റ്റോക്ക്, അനാബീന. ഏതൊക്കെയാണ്? നോസ്റ്റോക്ക്, അനാബീന. ഇവിടെ നോക്കിയേ, ഞാൻ നോസ്റ്റോക്കിന്റെ ഒരു ഫിലമെന്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഈ കാണുന്നത് എന്താണ്? ഇതിൽ കാണപ്പെടുന്ന സെൽസ് ആണ്. ഇവിടെ നോക്കുക, ചില സെൽസ് മറ്റുള്ള സെൽസിനേക്കാളും വലുതായിട്ട് കാണപ്പെടുന്നത് അല്ലേ? അപ്പൊ ഈ വലിയ ലാർജായിട്ട് കാണപ്പെടുന്ന ഈ സെല്ലിലാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. മറ്റുള്ള സെല്ലിൽ നിന്ന് വ്യത്യസ്തമായി ലാർജായി കാണപ്പെടുന്ന ഈ സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. ഈ ഹെറ്ററോസിസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ ലാർജ് സെൽസ് ആണ്. പിന്നെന്താണ്? തിക്ക് വോൾഡ് സെൽസ് ആണ്. പിന്നെ ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഈ സെല്ലിനകത്ത് നൈട്രോജിനേസ് എന്നൊരു എൻസൈം കാണപ്പെടുന്നുണ്ട്. എന്താണ്? നൈട്രോജിനേസ് എൻസൈം. ഹെറ്ററോസിസ്റ്റിനുള്ളിൽ കാണപ്പെടുന്ന എൻസൈമാണ് നൈട്രോജിനേസ് എൻസൈം. ഈ നൈട്രോജിനേസ് എൻസൈം ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോ ഹെറ്ററോസിസ്റ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവ ലാർജ് സെൽസ് ആണ്, തിക്ക് വോൾഡ് സെൽസ് ആണ്. ഈ സെൽസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ടോ? നൈട്രോജിനേസ് എൻസൈം കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവയ്ക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് സം ഓഫ് ദീസ് ഓർഗാനിസംസ് അല്ലെങ്കിൽ സം ഓഫ് ദീസ് ആൽഗെ can fix atmospheric nitrogen in specialized cells called heterocyst. എക്സാമ്പിൾ ഏതാണ്? നോസ്റ്റോക്ക് ആൻഡ് അനാബീന. നോസ്റ്റോക്കിലും അനാബീനയിലും ഹെറ്ററോസിസ്റ്റ് കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെന്താണ്? എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് നൈട്രോജിനേസ് എൻസൈം. ഇവയ്ക്കുള്ളിൽ നൈട്രോജിനേസ് എൻസൈം കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? ഹെറ്ററോസിസ്റ്റ് തിക്ക് വോൾഡ് സെൽസ് ഹെൽപ്സ് ഇൻ ദ ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഇവയ്ക്ക് തിക്ക് വോൾഡ് സെൽസ് കാണപ്പെടുന്നു. ഇവ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് യു ബാക്ടീരിയ എന്നാൽ ട്രൂ ബാക്ടീരിയ ആണ്. പിന്നെ എന്തോ പറഞ്ഞു? ദേ ഹാവ് എ റിജിഡ് സെൽ വോൾ. ഇവയ്ക്ക് ഉറപ്പുള്ള ഒരു സെൽ വോൾ കാണപ്പെടുന്നു. ഇഫ് മോട്ടൈൽ ഫ്ലജലം ഈസ് പ്രസന്റ്. ഈ ഗ്രൂപ്പിൽ പെടുന്ന ബാക്ടീരിയകൾ മോട്ടൈൽ ആണെങ്കിൽ അവയ്ക്ക് എന്തുണ്ടായിരിക്കും? ഫ്ലജല്ല ഉണ്ടായിരിക്കും. ദെൻ സയാനോ ബാക്ടീരിയ പറഞ്ഞു. സയാനോ ബാക്ടീരിയ ആർ ആൾസോ റിഫേർഡ് ടു അസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. എന്താണ് ഇവയുടെ പ്രത്യേകത? They have chlorophyll A similar to that of green plants. ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് പോലെ ഇവയിൽ ക്ലോറോഫിൽ എ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവയുടെ പ്രത്യേകത? They are photosynthetic autotrophs. പിന്നെന്താണ് പറഞ്ഞത്? They may be unicellular, colonial or filamentous. Next point, they are freshwater, terrestrial or marine algae. ഈ രണ്ട് പോയിന്റ്സ് മനസ്സിലായി കാണുമല്ലോ, അതുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Then next, colonies are generally surrounded by gelatinous sheath or mucilaginous sheath. കോളനിയായിട്ട് കാണപ്പെടുന്നവയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നവയെ സറൗണ്ട് ചെയ്ത ഒരു ജെലാറ്റിനസ് ഷീറ്റ് അല്ലെങ്കിൽ മ്യൂസിലേജിനസ് ഷീറ്റ് അല്ലെങ്കിൽ വഴുവഴുപ്പുള്ള ഒരു ഷീറ്റ് കാണപ്പെടുന്നുണ്ട്. They often forms blooms in polluted water bodies. ഇവ ബ്ലൂംസ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ആയി തീരുന്നു. Then some of these organisms can fix atmospheric nitrogen in specialized cells called heterocyst. ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണപ്പെടുന്നതിനാൽ ചില ആൽഗകൾക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? നോസ്റ്റോക്ക് ആൻഡ് അനാബീന. അപ്പോ നൈട്രോജിനേസ് എൻസൈംസിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇവയ്ക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ എന്താണ് ഈ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്? തിക്ക് വോൾഡ് സെൽസ് ആണ്. യു ബാക്ടീരിയയിൽ വരുന്ന ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇതുകൂടാതെ യു ബാക്ടീരിയയിൽ തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് വരുന്നുണ്ട്. അതുകൂടാതെ ഹെറ്ററോട്രോപിക് ബാക്ടീരിയയും വരുന്നുണ്ട്. യു ബാക്ടീരിയയിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കി, ബ്ലൂ ഗ്രീൻ ആൽഗെ അഥവാ സയാനോ ബാക്ടീരിയ. ദെൻ അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ഇതിൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ എന്തുണ്ട്? ഹെറ്ററോട്രോപിക് ബാക്ടീരിയ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നാണ്. ഇപ്പൊ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആ വേർഡിൽ തന്നെ ഉണ്ട്. കെമിക്കൽ എനർജിയുടെ സഹായത്തോടു കൂടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ബാക്ടീരിയകളാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൽ വരുന്നത്. കെമിക്കൽ എനർജിയുടെ സഹായത്തോടു കൂടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ബാക്ടീരിയ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ദീസ് ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് as nitrates, ammonia and use the released energy for their ATP production.
ഇവിടെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവ എന്ത് ചെയ്യുന്നു? ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയ നൈട്രൈറ്റ്സ്, അമോണിയ തുടങ്ങിയവയെ ഓക്സിഡൈസ് ചെയ്ത് അവയിൽ നിന്നും പുറത്തു വരുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ATPയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അഥവാ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ATPയുടെ രൂപത്തിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നൈട്രൈറ്റ്സ്, അമോണിയ തുടങ്ങിയ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെ ഇത്തരത്തിലുള്ള ബാക്ടീരിയ ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിഡൈസ് ചെയ്തിട്ട് ഈ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി ഉണ്ടല്ലോ, ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. These bacteria oxidize various inorganic substances such as nitrates, ammonia and use the released energy for their ATP production. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നൈട്രൈറ്റ്സ്, അമോണിയ പോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെ ഇത്തരത്തിലുള്ള ബാക്ടീരിയ, കീമോസിന്തറ്റിക് ബാക്ടീരിയ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എനർജിയെ റിലീസ് ചെയ്യുന്നു. ദെൻ ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ they play a great role in the recycling of nutrients like nitrogen, phosphorus, iron and sulfur. കൂടാതെ നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ തുടങ്ങിയ ന്യൂട്രിയൻസിനെ റീസൈക്കിൾ ചെയ്യുന്നതിലും കീമോസിന്തറ്റിക് ബാക്ടീരിയ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ തുടങ്ങിയ ന്യൂട്രിയൻസിനെ റീസൈക്കിൾ ചെയ്യുന്നതിലും കീമോസിന്തറ്റിക് ബാക്ടീരിയ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഹെറ്ററോട്രോപിക് ബാക്ടീരിയയെ കുറിച്ചാണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹെറ്ററോട്രോപിക് എന്ന കാറ്റഗറിയിൽ വരുന്ന തരത്തിലുള്ള ബാക്ടീരിയയാണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹെറ്ററോട്രോപിക് ബാക്ടീരിയയാണ്. കൂടാതെ ഈ ഹെറ്ററോട്രോപിക് ബാക്ടീരിയയിൽ കൂടുതലും എങ്ങനെയുള്ളവരാണ്? ഡീകമ്പോസേഴ്സ് ആണ്, വിഘാടകരാണ്. These are the most abundant in nature. പ്രകൃതിയിൽ കൂടുതലും കാണപ്പെടുന്നത് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ആണ്. Then majority of them are decomposers. അവയിൽ തന്നെ കൂടുതൽ ആരാണ്? ഡീകമ്പോസേഴ്സ് ആണ്, വിഘാടകരാണ്. കൂടാതെ many of them have a significant impact on human affairs. മനുഷ്യ ജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ബാക്ടീരിയകളുണ്ട്. ഈ മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് പറയുന്നതിൽ ബെനഫിഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ട്, അതുകൂടാതെ ഹാംഫുൾ ആക്ടിവിറ്റീസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. യൂസ്ഫുൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്നും കേർഡ്, തൈര് പ്രിപ്പയർ ചെയ്യുന്നതിന് ചില ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അപ്പൊ ഇതൊരു യൂസ്ഫുൾ ആക്ടിവിറ്റി ആണല്ലോ, നമുക്ക് കേർഡ് ആവശ്യമുള്ളതാണല്ലോ. അപ്പൊ മിൽക്കിൽ നിന്നും കേർഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് ചില ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഇത് ബാക്ടീരിയയുടെ ഒരു യൂസ്ഫുൾ ആക്ടിവിറ്റി ആണ്. കൂടാതെ ദേ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയകളുമുണ്ട്. എക്സാമ്പിൾ ബാസില്ലസ് പോളിമിക്സ, അതായത് പോളിമിക്സിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക്സിന്റെ പ്രിപ്പറേഷന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ബാസില്ലസ് പോളിമിക്സ. രണ്ട് പോയിന്റ് പറഞ്ഞു. ഒന്നെന്താണ്? മിൽക്കിൽ നിന്ന് കേർഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. പിന്നെ എന്തോ പറഞ്ഞു? ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷന് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു ബാസില്ലസ് പോളിമിക്സ. Then some of them can fix atmospheric nitrogen in leguminous roots. Some of them can fix nitrogen in leguminous roots. പയറുവർഗത്തിൽപ്പെട്ട ചെടിയുടെ റൂട്ടുകളിൽ ഇരുന്നു കൊണ്ട് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ശേഷിയുള്ള ചില ബാക്ടീരിയ ഉണ്ട്. എക്സാമ്പിൾ എന്തോ ആണ്? റൈസോബിയം. എക്സാമ്പിൾ എന്തോ പറഞ്ഞു? റൈസോബിയം. അതായത് ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിൽ, പയറുവർഗത്തിൽപ്പെട്ട ചെടിയുടെ റൂട്ടിൽ റൈസോബിയം എന്ന ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് വസിച്ചുകൊണ്ട്, സിംബയോട്ടിക് ആയിട്ട് അതിനകത്ത് വസിച്ചുകൊണ്ട് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ഏതാണ്? റൈസോബിയം. ബാക്ടീരിയയുടെ ഹാർംഫുൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സം ബാക്ടീരിയ ആർ പാത്തോജൻസ് കോസിംഗ് ഡാമേജ് ടു ഹ്യൂമൻ ബീയിങ്സ്, ക്രോപ്സ്, ഫാം അനിമൽസ് ആൻഡ് പെറ്റ്സ്. ചില ബാക്ടീരിയകൾ പാത്തോജൻസ് ആണ്. പാത്തോജൻസ് മീൻസ് ഡിസീസ് കോസിംഗ്, രോഗമുണ്ടാക്കുന്നവ. ചില ബാക്ടീരിയകൾ രോഗമുണ്ടാക്കുന്നവയാണ്. ആർക്കൊക്കെയാണ് ഇവ രോഗമുണ്ടാക്കുന്നത്? ഹ്യൂമൻ ബീയിങ്സിന് രോഗമുണ്ടാക്കുന്നുണ്ട്. ദെൻ ക്രോപ്സിന് ഡാമേജ് വരുത്തുന്നുണ്ട്. ഫാം അനിമൽസ്, പെറ്റ്സ് എന്നിവയ്ക്കൊക്കെ രോഗമുണ്ടാക്കുന്നവയാണ് ചില ബാക്ടീരിയകൾ. സം ബാക്ടീരിയ ആർ പാത്തോജൻസ് കോസിംഗ് ഡാമേജ് ടു ഹ്യൂമൻ ബീയിങ്സ്, ക്രോപ്സ്, ഫാം അനിമൽസ് ആൻഡ് പെറ്റ്സ്. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ആർ
വെൽ നോൺ ഡിസീസസ് കോസ്ഡ് ബൈ ഡിഫറെന്റ് ബാക്ടീരിയ. പല ബാക്ടീരിയ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചില തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ. ഈ സിട്രസ് കാങ്കർ എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ, പ്രത്യേകിച്ചും നമ്മുടെ സിട്രസ് പ്ലാന്റ്സിൽ, നാരകം പോലുള്ള പ്ലാന്റ്സിൽ വരുത്തുന്ന രോഗമാണ് സിട്രസ് കാങ്കർ. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന ഇത് ഹ്യൂമൻ ബീയിങ്സിൽ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് തുടങ്ങിയവ ഹ്യൂമൻ ബീയിങ്സിൽ ബാക്ടീരിയ വരുത്തുന്ന രോഗങ്ങളാണ്. കോളറ, ടൈഫോയിഡ്, ടെറ്റസ്, സിട്രസ് കാങ്കർ തുടങ്ങിയവ ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഡിസീസിന് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസിന് എക്സാമ്പിൾ? കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ. അപ്പൊ നമ്മളിവിടെ ഹാർംഫുൾ ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞത് ചില ബാക്ടീരിയകൾ പാത്തജൻസ് ആണ്. ഇവ ഹ്യൂമൻ ബീയിങ്സിന്, ക്രോപ്സിന്, പിന്നെ ഫാം അനിമൽസ്, പെറ്റ്സ് എന്നിവയ്ക്ക് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ചില ഡിസീസിന് എക്സാമ്പിൾ ആണ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ എന്നിവ. ദെൻ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ടീരിയയിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. ശരിക്കും പറഞ്ഞാൽ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ എന്ന് പറയാം. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ, അതായത് ഫേവറബിൾ കണ്ടീഷനിൽ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്തത് ഫിഷനിലൂടെയാണ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബാക്ടീരിയ രണ്ട് ബാക്ടീരിയമായി മാറുന്നതിനെയാണ്, ഒരു ബാക്ടീരിയം രണ്ട് ബാക്ടീരിയ ആയി മാറുന്നതിനെയാണ് ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയത്തിനകത്ത് എന്തുണ്ട്? ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, DNA ഉണ്ട്. സെൽ ഡിവൈഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയയുടെ സെൽ വാളുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. സെൽ വാളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേറ്റ് ചെയ്യും, DNA റെപ്ലിക്കേറ്റ് ചെയ്യും, ജനറ്റിക് മെറ്റീരിയൽ വിഭജിക്കും. വിഭജിച്ചതിന് ശേഷം ഇവ എന്ത് ചെയ്യുന്നുണ്ട്? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ബാക്ടീരിയ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഫിഷനിൽ എന്താണ്? അനുയോജ്യമായ സാഹചര്യത്തിലാണ് ബാക്ടീരിയയിൽ ഫിഷൻ നടക്കുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ രണ്ട് ബാക്ടീരിയമായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാക്ടീരിയം രണ്ട് ബാക്ടീരിയ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻസ് അനുകൂലമായിരിക്കുമ്പോൾ, കണ്ടീഷൻസ് ഫേവറബിൾ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡിവൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയം രണ്ട് ബാക്ടീരിയ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻസ് അനുയോജ്യമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ, ഫേവറബിൾ കണ്ടീഷൻസിലാണ് സാധാരണ ബാക്ടീരിയത്തിൽ ഫിഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കാണിച്ചിരുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയത്തിനുള്ളിൽ കാണുന്നത് ഇത് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ആണ്. ദെൻ ഡിവൈഡ് ചെയ്യാൻ സമയമാകുമ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? ബാക്ടീരിയയുടെ സെൽ വോളുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. ദെൻ തുടർന്ന് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഡിവൈഡ് ചെയ്യുന്നു. ജനറ്റിക് മെറ്റീരിയൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ബാക്ടീരിയ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാധാരണ 20 മിനിറ്റ്സ് ആണ് ഒരു ഫിഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. 20 മിനിറ്റ്സ്. ഈ 20 മിനിറ്റ്സിൽ 18 മിനിറ്റ്സും എന്തിനു വേണ്ടി എടുക്കുന്നതാണ്? 18 മിനിറ്റ്സും നമ്മുടെ DNA റെപ്ലിക്കേഷന് വേണ്ടിയിട്ടും സൈറ്റോപ്ലാസം ഡിവൈഡിന് വേണ്ടി 2 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എങ്കിലും നീറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യം വരും, അതുകൊണ്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻസിലാണ്, അനുയോജ്യമായ സാഹചര്യത്തിലാണ് ബാക്ടീരിയ ഫിഷന് വിധേയമാകുന്നത് അല്ലെങ്കിൽ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത്. സാധാരണ ഓപ്റ്റിമം കണ്ടീഷൻസിൽ 20 മിനിറ്റ്സ് ആണ് ഒരു ഡിവിഷന് വേണ്ടി, ഒരു ഫിഷന് വേണ്ടി വരുന്നത്. ഇതിൽ 18 മിനിറ്റ്സ് DNA റെപ്ലിക്കേഷന് വേണ്ടിയിട്ടും 2 മിനിറ്റ്സ് സൈറ്റോപ്ലാസം ഡിവൈഡിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, നമ്മൾ ഇവിടെ പറഞ്ഞു ഫേവറബിൾ കണ്ടീഷനിലാണ് ഫിഷൻ നടക്കുന്നത്. ദെൻ അൺഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ദേ പ്രൊഡ്യൂസ് സ്പോർസ്, നമ്മളിത് എൻഡോസ്പോർ എന്ന് പറയും. അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം അനുകൂലമല്ലാതിരിക്കുമ്പോൾ, എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ കണ്ടന്റ് കുറവായിരുന്നാൽ ബാക്ടീരിയയുടെ ഉള്ളിലെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറവായിരിക്കും, അല്ലേ? മെറ്റബോളിക് ആക്ടിവിറ്റി കുറവായിരിക്കുമ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യും? ഈ സമയത്ത് ബാക്ടീരിയക്കുള്ളിലെ സൈറ്റോപ്ലാസം എല്ലാം കൂടെ ചേർന്ന് കണ്ടൻസ് ചെയ്ത്, അപ്പോൾ ഇതൊരു ബാക്ടീരിയ ആണെങ്കിൽ ഇതിനകത്തുള്ള ഈ സൈറ്റോപ്ലാസം ഇവയെല്ലാം കൂടെ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്ത് ഒരു വശത്ത് വന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടും. ഇതിനെയാണ് നമ്മൾ സ്പോർ എന്ന് പറയുന്നത്. ദെൻ അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ, ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ സെൽ വോൾ ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്പോർ പുറത്തു വന്ന് പുതിയൊരു ബാക്ടീരിയ ആയിട്ട് അങ്ങ് മാറുന്നുണ്ട്. അപ്പോൾ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദേ പ്രൊഡ്യൂസ് സ്പോർസ്. ഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്തു?
ബാക്ടീരിയ ഫിഷനിലൂടെ എന്ത് ചെയ്തു, റീപ്രൊഡ്യൂസ് ചെയ്തു, രണ്ടായിട്ട് മാറി. ദെൻ അൺഫേവറബിൾ കണ്ടീഷൻസിൽ എന്ത് ചെയ്തു, സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഇത് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ സെൽ വാളിനെ ബ്രേക്ക് ചെയ്ത് സ്പോർ പുറത്തു നിന്നിട്ട് എന്ത് ചെയ്യുന്നു, പുതിയൊരു ബാക്ടീരിയ ആയിട്ട് മാറുന്നു. Then they also reproduce by a sort of sexual reproduction by adopting a primitive type of DNA transfer from one bacterium to another. എന്നാൽ ബാക്ടീരിയയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇത് വളരെ പ്രിമിറ്റീവായ തരത്തിലുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് DNA ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. They also reproduce by a sort of sexual reproduction by adopting a primitive type of DNA transfer from one bacterium to another. ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊന്നിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്ത് വളരെ പ്രിമിറ്റീവായ തരത്തിലുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനും ബാക്ടീരിയ ഫോളോ ചെയ്യുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 രീതിയിൽ നടക്കുന്നുണ്ട്: ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ. ഏതൊക്കെയാണ്? ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ. ബാക്ടീരിയൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ബാക്ടീരിയൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞത്, ഫേവറബിൾ കണ്ടീഷൻസിൽ ഇവ എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷൻ നടന്ന് 2 ബാക്ടീരിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറുന്നു, അങ്ങനെ റീപ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിലോ സ്പോർസിലൂടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ ഈ സ്പോർ എന്ത് ചെയ്യും, സ്പോർ ബാക്ടീരിയ വോൾ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്നിട്ട് പുതിയൊരു ബാക്ടീരിയ ആയിട്ട് മാറുന്നുണ്ട്. Then they also reproduce by a sort of sexual reproduction. വളരെ പ്രിമിറ്റീവായ തരത്തിലുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനും ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ബാക്ടീരിയത്തിൽ നിന്നും DNA മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മൈക്കോപ്ലാസ്മയെ കുറിച്ചാണ്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ. അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും ചെറിയ സെല്ലിനെയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് സെല്ലാണ് മൈക്കോപ്ലാസ്മ. ഇവയ്ക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, സെൽ വോൾ ആബ്സെന്റ് ആണ്. മൈക്കോപ്ലാസ്മയിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. ഇനി എന്താണ് അതിന്റെ അടുത്ത പ്രത്യേകത? ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ഇവയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ മൈക്കോപ്ലാസ്മയെ കുറിച്ച് പറഞ്ഞത്, ദേ ആർ ദ സ്മോളസ്റ്റ് സെൽസ് നോൺ. അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും ചെറിയ സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സെൽ വോൾ ആബ്സെന്റ് ആണ്. കൂടാതെ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ഇവയ്ക്ക് നിലനിൽക്കാനും സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ സാധാരണ നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൈക്കോപ്ലാസ്മയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചേക്കാം, സ്മോളസ്റ്റ് ലിവിങ് സെൽ വിത്തൗട്ട് സെൽ വോൾ എന്ന് ചോദിച്ചാൽ ആരാണ്? മൈക്കോപ്ലാസ്മയാണ്. സ്മോളസ്റ്റ് ലിവിങ് സെൽ വിത്തൗട്ട് സെൽ വോൾ. അപ്പൊ ഓപ്ഷനിൽ ബാക്ടീരിയയും മൈക്കോപ്ലാസ്മയും ഉണ്ടെങ്കിലും നമ്മൾ ആരാണ് സെലക്ട് ചെയ്യേണ്ടത്? മൈക്കോപ്ലാസ്മയാണ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചേക്കാം, സ്മോളസ്റ്റ് ലിവിങ് സെൽ വിത്ത് സെൽ വോൾ എന്ന് ചോദിച്ചാൽ അവിടെ മൈക്കോപ്ലാസ്മയും ബാക്ടീരിയയും ഉണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കണം? ബാക്ടീരിയ ആയിരിക്കണം. കൺഫ്യൂഷൻ വരരുത്. സ്മോളസ്റ്റ് ലിവിങ് സെൽ വിത്ത് സെൽ വോൾ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എന്തായിരിക്കണം? ബാക്ടീരിയ ആയിരിക്കണം. ഇനി സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്ന് മാത്രമാണ് ചോദിക്കുകയും നമ്മുടെ ഓപ്ഷനിൽ മൈക്കോപ്ലാസ്മയും ബാക്ടീരിയയും ഉണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കണം? മൈക്കോപ്ലാസ്മ ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ലിവിങ് സെൽ ആണ്. പിന്നെ എന്താ പറഞ്ഞു? സെൽ വോൾ ആബ്സെന്റ് ആണ്. They can survive without oxygen. ഓക്സിജൻ ഇല്ലാതെ ഇവയ്ക്ക് നിലനിൽക്കാൻ സാധിക്കും. കൂടാതെ many mycoplasma are pathogenic to plants and animals. പ്ലാന്റ്സിനും അനിമൽസിനും ഡിസീസ് ഉണ്ടാക്കുന്നവയാണ് മിക്കവാറും മൈക്കോപ്ലാസ്മാസ്. അപ്പോൾ മൈക്കോപ്ലാസ്മയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? മൈക്കോപ്ലാസ്മ ആർ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. ദേ ലാക്ക് സെൽ വോൾ. പിന്നെന്തോ പറഞ്ഞു? ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. പിന്നെന്തോ പറഞ്ഞു? മെനി മൈക്കോപ്ലാസ്മ ആർ പാത്തോജനിക് ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? യു ബാക്ടീരിയയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യു ബാക്ടീരിയ എന്ന് പറഞ്ഞത് ട്രൂ ബാക്ടീരിയ ആണ്. ഇതിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് വരുന്നുണ്ട്. ദെൻ ഹെറ്ററോട്രോപിക് ബാക്ടീരിയ വരുന്നുണ്ട്. പിന്നെ എന്താണ്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ ഇവയുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കി. അതിൽ ഫിഷൻ ഉണ്ട്, അത് ഫേവറബിൾ കണ്ടീഷൻസിൽ. ദെൻ സ്പോർട്സ് അൺഫേവറബിൾ കണ്ടീഷൻസിൽ. പിന്നെ എന്ത് വരുന്നുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ പ്രിമിറ്റീവായ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. DNA ട്രാൻസ്ഫർ, ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊന്നിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് മൈക്കോപ്ലാസ്മയെ കുറിച്ചായിരുന്നു. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. സെൽ വോൾ ആബ്സെന്റ് ആണ്. ഓക്സിജന്റെ ആബ്സെൻസിൽ ഇവയ്ക്ക് വളരാൻ സാധിക്കും.
പ്ലാന്റ്സിലും അനിമൽസിലും ഡിസീസ് ഉണ്ടാക്കുന്നു എന്നീ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.